ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഹറാസ് ചെയ്ത് SFI എന്ന പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത നിലയിലേക്ക് ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിക്കെതിരെ നടന്നിട്ടുള്ള ഇത്രയും ക്രൂരമായ അക്രമത്തിനെതിരെ KSU നടത്തിയിട്ടുള്ള ഇവിടെ പുള്ളി ചെയ്യണ്ട അറിവതാണെന്നറിയണ്ട് അനന്തപുരിയിലെ KSU കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഞെട്ടിക്കുക മാത്രമല്ല നമ്മളെല്ലാവരും നാണിച്ച് തല കുടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന പ്രവൃത്തികൾ കേരള പൊതുസമൂഹത്തിന് തന്നെ ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പൊക്കെ പലവട്ടം ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിദ്യാർത്ഥി സംഘടനവും അക്രമത്തിൻ്റെയും വാർത്തകൾ പുറത്തു വന്നുവെങ്കിൽ ഇന്ന് പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ആരും ചെയ്യില്ലാത്ത ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഹറാസ് ചെയ്ത്, അതായത് മർദ്ദിക്കുക എന്നുള്ളതിനേക്കാളുപരി ഒരു കുട്ടിയെ വേട്ടയാടി അവനെ അപമാനിച്ച് അവനെ മാനസികമായും ശാരീരികമായും വേട്ടയാടുന്ന തരത്തിലേക്ക് ഒരു മൃഗവാസനയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി SFI എന്ന പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത നിലയിലേക്ക്, കാരണം ഏറ്റവും അപരിഷ്കൃതമായ സമൂഹത്തിൽ പോലും നടക്കില്ലാത്ത രീതിയിലുള്ള വൈകൃതങ്ങളാണ് ഇന്ന് ക്യാമ്പസിൽ SFI കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നിട്ടുള്ള ഈ സംഭവം. ഇതിലേറ്റവും വേദനാജനകമായ കാര്യം, ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് ഇതുപോലെ ഹറാസ് ചെയ്തിട്ട് കേരള പോലീസിന് അതിൻ്റെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിൻ്റെ കഴിവുകേടോ അവർക്ക് കഴിയാഞ്ഞിട്ടോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഈ വേട്ടക്കാർക്ക് ഈ സർക്കാർ, പിണറായി വിജയൻ്റെ പോലീസ് സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഈ പോലീസിന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെ ഇന്ന് രാജ്യത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസിലും സമൂഹത്തിലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ SFIയെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. CPM എന്ന പാർട്ടിക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പൊതുസമൂഹം ആ നിലയ്ക്ക് മുന്നോട്ട് വരികയും വിദ്യാർത്ഥി സമൂഹം ഇവരുടെ ഈ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് നാളുകളിൽ ക്യാമ്പസുകളിൽ പൂർണ്ണമായും SFI ഒറ്റപ്പെടുത്തുക മാത്രമല്ല, കേരള പൊതുസമൂഹം അതിന് മുന്നോട്ട് വരണം. അധ്യാപകരായിട്ടുള്ളവർ ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നത് എന്താണെന്ന് അവർക്കറിയാം. അവരുടെ വാ മൂടപ്പെട്ടിരിക്കുകയാണ്. അവർ ഭയത്തിൻ്റെ പിടിയിലാണ്. CPM എന്ന പാർട്ടിക്ക് പോലും SFIയെ നിയന്ത്രിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് മതോന്മത്തരായി ലഹരി പിടിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയായി SFI മാറിയിരിക്കുന്നു. അതിനെതിരെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് KSU ഇന്ന് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഷയങ്ങളിൽ KSU സ്വീകരിക്കുന്ന വിദ്യാർത്ഥി നിലപാടുകളും അതുപോലെ തന്നെ പൊതുജന സമക്ഷം സ്വീകരിക്കുന്ന നിലപാടുകളും അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി KSU പ്രവർത്തകരെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടത്തുന്ന സമരങ്ങൾക്ക് നേരെ അകാരണമായി ജലപീരങ്കിയും ലാത്തിചാർജും പ്രയോഗിക്കുകയും എന്നാൽ കുറ്റക്കാരും തെറ്റ് ചെയ്യുന്ന SFIക്കാരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി യാചിച്ചു കൊണ്ടുപോകുന്ന പോലീസിനെ കേരളം കണ്ടിട്ടുണ്ട്. ഈ നിലപാടുകൾ കൊണ്ടൊന്നും KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തമായ
ശക്തമായ പ്രതിഷേധങ്ങളെ തകർക്കാനോ തടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. തീർച്ചയായിട്ടും ഇന്ന് ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിക്കെതിരെ നടന്നിട്ടുള്ള ഇത്രയും ക്രൂരമായ അക്രമത്തിനെതിരെ KSU നടത്തിയിട്ടുള്ള ഈ മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ ഈ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആദ്യമേ ഞങ്ങൾ SFIക്കാരന് വേണ്ടി നടത്തുന്ന സമരമല്ല. ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് വീട്ടിൽ മക്കളില്ലേ? അവർക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ എന്തിനാ ഇവിടെ വെച്ച് തടയുന്നത്? എന്തിനാ ഈ തടയുന്നത്? ഞങ്ങൾ പിടിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ സമരം നടത്തുന്നത്. SFIയുടെ മുദ്രാവാക്യവും SFIയുടെ ആശയങ്ങളും ഒക്കെ പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടക്കുന്നത്. നിങ്ങളെ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്. നിങ്ങളെ വീട്ടിൽ ഇതേപോലെയുള്ള മക്കളുണ്ട്, അവർക്ക് വേണ്ടി സമരം ചെയ്യുന്നത്. അവർക്ക് ക്ലാസ്സിൽ പഠിക്കണ്ടേ? SFIക്കാരെ പഠിച്ച് ക്യാമ്പസിൽ പോവാതിരിക്കോ, വിടാതിരിക്കോ? നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ. വിട്ടേ ഞങ്ങളെ ഒന്ന്.